മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര അന്വേഷണ സംഘം തടഞ്ഞുവെച്ചതിൽ പ്രതിഷേധിച്ച് സിപിഐഎം സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ സമരം നടത്തും. ഇതിന്റെ ഭാഗമായി പത്തനംതിട്ടയിൽ എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ സമരം നടത്തുമെന്ന് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം കെ അനിൽകുമാർ അറിയിച്ചു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ 8 മണിക്കൂറോളം ED തടഞ്ഞുവെച്ചതിൽ പ്രതിഷേധിച്ച് CPM സംസ്ഥാന വ്യാപകമായി ഇന്ന് പ്രതിഷേധ സമരപരിപാടികൾ നടത്തുകയാണ്. അതിനോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലയിലും വിവിധ CPM അനുഭവ സംഘടനകൾ പ്രതിഷേധ സമരം നടത്തുന്നുണ്ട്. നമ്മളോടൊപ്പം ചേരുന്നത് CPM-ന്റെ പത്തനംതിട്ട ഏരിയ കമ്മിറ്റി അംഗം കെ അനിൽകുമാറാണ്. എങ്ങനെയാണ് ഇന്നത്തെ ഈ സമരത്തെ കണ്ണുകളിലേക്ക് കാണുന്നത്? ഇന്നലെ രാവിലെ 6 മണിക്ക് ആഭ്യന്തരമന്ത്രി തന്നെ പറയുന്നുണ്ടായി, കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി തന്നെ പറയുണ്ടായി, ഹോം സെക്രട്ടറിയോ ആരെയും അറിയിക്കാതെ പെട്ടെന്ന് EDയുടെ ഒരു സംഘം 12 ഇടങ്ങളിലായി റെയ്ഡ് നടത്തുകയുണ്ടായി. കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി 10 വർഷക്കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ വീട്ടിൽ രാവിലെ 6 മണിക്ക് ചെന്ന് കതകിന് മുട്ടി. അപ്പോൾ മാത്രമാണ് ആ പ്രദേശവാസികളും മറ്റുള്ളവരും അറിയുന്നത്. കേരളത്തിലെ പോലീസ് സംവിധാനം പോലും പരാജയപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിലെ ആഭ്യന്തര സംവിധാനം പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു റെയ്ഡ് നടക്കുമ്പോൾ ഉത്തരവാദപ്പെട്ട ഹോം സെക്രട്ടറിയെങ്കിലും അറിയിച്ചുകൊണ്ട് ആ സംവിധാനത്തിലേക്ക് വേണമായിരുന്നു നീങ്ങാനായിട്ട്. റെയ്ഡ് എന്ന് പറയുന്നത് പ്രഹസനമാണ്. ഇതുമായി ബന്ധപ്പെട്ട കോടതി വിധികളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംവിധാനം ഒന്നും തന്നെ അറിയാതെ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഇതുപോലെ ED ചോദ്യം ചെയ്യുമ്പോൾ, അത് കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ ശബ്ദം ഒരുക്കിയത്. അപ്പോൾ ഇതിലൊക്കെ തന്നെ ദുരൂഹത അടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ 5 സീറ്റോളം വിജയിപ്പിക്കാമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ടാണ് UDF-ഉം BJP-യും തമ്മിലുള്ള ധാരണയുണ്ടാക്കിയത്. 3 സീറ്റിൽ അവർ വിജയിച്ചപ്പോൾ കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. എന്തിനേറെ പറയുന്നു, കേരളത്തിലെ മുൻ സ്പീക്കറായിരുന്ന കാർത്തികേയൻ്റെ മോൻ പോലും പരാജയപ്പെട്ട രീതിയിലേക്ക് സംവിധാനം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ പിന്നിൽ ഇവർ രഹസ്യ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് രമേശും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയും, അതിൻ്റെ പിന്നിൽ കേരളത്തിൻ്റെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഉണ്ട് എന്നുള്ള സംശയം ബലപ്പെട്ടു വരികയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്ന സമയത്ത് പറയുകയുണ്ടായി, എന്തുകൊണ്ട് പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഇന്ത്യ മുന്നണിയുടെ ഒരു നേതാവാണ് ചോദിച്ചതെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഇത് തീർത്തൊരു ഡീലായി മാറിയിരിക്കുകയാണ്. ഇവർ 3 പേര് അറിഞ്ഞ ഡീലായി മാറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിശക്തമായ സമരപരിപാടികൾക്ക് ആ സമയത്ത് തന്നെ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ അതിശക്തമായ സമരപരിപാടികളുമായി ജനങ്ങൾ, അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ജനങ്ങൾ ഒന്നാകെ ഇറങ്ങുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായി പല പ്രദേശങ്ങളും ഇന്ന് LDF-ന്റെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി തന്നെ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്താനായിട്ട് LDF തീരുമാനിച്ചിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ ആരൊക്കെയാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്? പത്തനംതിട്ടയിലെ LDF-ന്റെ സംസ്ഥാന നേതാക്കന്മാരും അതോടൊപ്പം തന്നെ ജില്ലാ നേതാക്കന്മാരും ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ ഇതുമായി ബന്ധപ്പെട്ട സമരത്തിൽ പങ്കെടുക്കും. ഇത് ഇന്നുകൊണ്ട് മാത്രം ഇത് അവസാനിക്കുകയില്ല. ED ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്ര ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇടതുപക്ഷത്തെ CPM-നെ ഇല്ലാതാക്കാൻ വേണ്ടി നരേന്ദ്രമോദിയും VD സതീശനും ഉണ്ടാക്കിയിരിക്കുന്ന അതിൻ്റെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും ഉണ്ടാക്കിയിരിക്കുന്ന ഡീലിനെതിരായി അതിശക്തമായ സമരപരിപാടിയെ ഞങ്ങൾ മുന്നോട്ട് പോകും. ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.